ഈ അണ്ണനെ പുനലൂരുള്ള ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. നല്ല വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ടുവന്ന് വിൽക്കുന്നയാണ്. ഞാൻ ഈ അണ്ണൻ്റെ ഇത് സ്ഥിരം മേടിക്കാറ്. അപ്പൊ അത് മേടിച്ചുകൊണ്ട് ഇന്നപ്പോ കൊണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ മേളിലായിട്ട് പ്രൈവറ്റ് ബസ് നിർത്തുന്നതിന്റെ അവിടെ ആയിട്ടാണ്. അപ്പം ഒരു പയ്യൻ ഇന്ന് ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എനിക്കൊരു വീഡിയോ എടുക്കാനാ, ഒന്ന് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേ പറഞ്ഞ കേട്ട പാടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പയ്യനാന്ന് തോന്നുന്നേ, മലയാളിയല്ല. അപ്പം അവന് അപ്പോഴേ എന്താ ചേച്ചി അപ്പോഴേ എടുത്തു തന്നേ. എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴേ വലിയ പ്രായമൊന്നുമില്ല ഈ കൊച്ചിനെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വരും. എനിക്കും ഒരു മോനുണ്ടേ, ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കും, മക്കളെ പഠിക്കണം, പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് അത് നമ്മൾ ഉപദേശിക്കുന്ന പോലൊക്കെ തോന്നും. പണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ നമുക്കും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. അപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു പോലും ഇങ്ങനെ വന്ന് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? സ്വന്തം നാട്ടിൽ നിന്ന് വന്ന് രാത്രിയിലൊക്കെ പാവം. ഞാൻ ഇങ്ങനെയുള്ള സാധാരണ ഇങ്ങനെയുള്ള കൊച്ചുങ്ങളെ കാണുമ്പം അവൻ എന്തെങ്കിലും സാധനം മേടിക്കാതെ പോകത്തുമില്ലേ. ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുകൊണ്ടൊന്നും അല്ല, എനിക്ക് എന്തോ ആ കൊച്ചുങ്ങളോടൊക്കെ ഒരു സ്നേഹമുണ്ട്. ഈ കുഞ്ഞിലേ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടല്ലോ അവർക്ക്, അതും നമ്മൾ കാണണേ. അപ്പൊ എണ്ണ കറുത്ത് കിടന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല ചേച്ചി, അത് ഈ ചിപ്സ് ഇങ്ങനെ ചീനിയല്ലേ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ആയതാ, അന്നന്ന് മാറ്റുന്ന എണ്ണയാന്ന് പറഞ്ഞേ. നല്ല വാസനയുണ്ട് അവിടെ എല്ലാം നിൽക്കുമ്പോഴേ, സൂപ്പർ മണമാന്നേ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് കുറച്ച് മതി, കാരണം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. മോക്ക് ചൂടോടെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചതാ. അപ്പോഴേ അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീഡിയോ കൂടെ എടുക്കുക കൊച്ചേന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എടുത്തതേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവന് കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. ഇത് ഞാൻ ഓർക്കുമായിരുന്നു, ഈ തൂക്കുപാലം ഒക്കെ നേരത്തെ അടയ്ക്കുന്നത് കൊണ്ടാ ഈ സമയം കുറച്ച് നേരവും കൂടെ ഒക്കെ ഒരു 7-8 മണി വരെയൊക്കെ തുറന്നിട്ടാൽ ഇഷ്ടംപോലെ ആൾക്കാരും വരും, കച്ചവടക്കാർക്കും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരുന്നേ ആ തൂക്കുപാലത്തിൽ തന്നെ വെച്ച് കച്ചവടം നടന്ന് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നേന്ന് ഞാൻ ഇന്നലെ പോയ വഴി ഓർത്തുകൊണ്ട് പോകുമായിരുന്നേ. അവനോട് പറഞ്ഞപ്പോൾ അവൻ വറുത്തിട്ട് എനിക്ക് അതിനകത്ത് തന്നെ മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അവനൊരു കുപ്പിയിൽ. അതിന് 50 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പം ലച്ചുമോൻ അത് കിട്ടിയുടനെ കാറിൽ കയറിയിട്ട് വീട്ടിൽ വന്ന് കഴിച്ചോളാഞ്ഞ് വയ്യായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ലച്ചുമോൻ എടുത്ത് കഴിച്ചിട്ട് സൂപ്പർ ആമേന്ന് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മേടിക്കണം അത്.